എന്താണ് ഇപ്പൊ കേക്ക് കാട്ടിയത്? ബർത്ത്ഡേ തലേക്ക് ചാടി പതുക്കെ. അല്ല ഇന്റെ ഫെന്നുമോള് എന്തിനു കരയുന്നത് പഠിച്ചോനെ? ആര് ബർത്ത്ഡേണല്ലോ? നമ്മളെ സ്വന്തം ഫെന്നുണ്ട്. നമ്മളെ സ്വന്തം നമ്മള് ഷെന്റെ ഫെന്നിന് വീട്ടിരുന്നു. പിന്നെ ഹായ് ഹായ് ഫെന്ന, ഹായ് പറഞ്ഞ ഫെന്ന. അപ്പൊ നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകും. എങ്ങോട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണേ? നെസ്റ്റോക്ക് പോവാണ് കേക്ക് മുറിക്കാൻ. നെസ്റ്റോക്കെ പോണേ? ഫാറൂഖ് എവിടേക്ക് പോണേ? കേക്ക് സ്റ്റുഡിയോ ആണോ? എനിക്കറിയില്ല. കേക്ക് സ്റ്റുഡിയോ ആണോ? ആണോ? പിന്നെ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഫെന്നമോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിൽ കുറച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഇവിടുന്ന് സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. കേക്ക് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. നമ്മൾ ടൈമൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ ഇവരോട്. 3 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ എളാമ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പോൾ അവർ രണ്ടുപേരെ മുഖത്തും കാണുന്നത്. അങ്ങനെ അവരെത്തിയതിന് ശേഷം കേട്ടോ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ ഒരുപാട് കേക്ക് ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ മുന്നേ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമുക്ക് വേണ്ട കേക്കും അതുപോലെ നമ്മളെ ബജറ്റിനനുസരിച്ച് അവർ കേക്കൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. കേക്ക് ഓർഡർ ചെയ്തത് മാത്രമല്ല, നമുക്ക് കേക്ക് ഇവിടുന്ന് കട്ടും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കട്ടിങ്ങിനായിട്ടും അവർ ചെറിയ രീതിയിൽ ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു 1000 ബിലോയിലോ 1000 എബോയിലൊക്കെയാണ്, അതായത് 1000ൻ്റെ ഉള്ളിൽ ഒരു 800, 900, 700 ആ ഒരു പ്രൈസിലൊക്കെ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അവരോട് പറഞ്ഞാൽ അവരത് സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് മുകളിലാണ് കാണുന്നത്. ഈ കാണുന്നതാണ് മജ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിൻസും അതുപോലെ എൻ്റെ എളാമൊക്കെ ഉണ്ട്, അവരൊക്കെ മുകളിലേക്ക് പോകുന്നതാണ്. ഈ കേക്ക് കട്ട് ചെയ്യാനുള്ള ഈ ഒരു ടൈമിൽ തന്നെ ഭയങ്കര കരച്ചിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കും അവൾക്ക് ഭയങ്കര ടെൻഷന്. അപ്പോൾ ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്താവുമ്പം അവളിങ്ങനെ കരയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ കരയുന്നത്. അവൾക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം നമുക്കുള്ളൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കേക്ക് വന്നാൽ അത് കട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം എന്താവും അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. കേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സർക്കിളിൽ ഇങ്ങനെ ജസ്റ്റ് അവളെ നെയിം, ഹാപ്പി ബർത്ത്ഡേ നെയിം ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ആംബിയൻസ്, ബലൂണ് അതുപോലെ ഫ്ലവറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളിവിടെ വന്നാലും ഫെന്നമോൾ എനിക്ക് തോന്നുന്ന ഇങ്ങനെ നല്ലട്ടെ കരയുക, ഭയങ്കര കരച്ചിലുണ്ടാവുക. അങ്ങനെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കരയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ആളുകൾ കാണുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫ്ലവറും അവിടുത്തെ ഈ ആംബിയൻസൊക്കെ കാണുമ്പോൾ ഈ ബലൂൺസൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കും കുറഞ്ഞ രീതിയിലൊക്കെ കരഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് ഇവർ രണ്ടാളും കൂടിയൊക്കെ ഇതങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അല്ലൂസും ഷാനൂസും കൂടിയൊക്കെ ഇതങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം പേടിയാണ്, ഇത്രയും ആളുകൾ നിൽക്കുന്നത് എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയില്ലല്ലോ. അതിൻ്റെ ആ നോട്ടങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് മുഖത്ത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ബലൂൺസ് ഇതൊക്കെ കാണുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ എളാമൻ്റെ മോളെ കുട്ടിയൊക്കെ ഉണ്ട്, ചെറുത് അമാനു എന്ന് പറഞ്ഞിട്ട്, ഓനൊക്കെ ഉണ്ട്. അപ്പോൾ ഓനൊക്കെ കാണുമ്പം കുറച്ചൊന്നും ഹാപ്പിയായിക്ക് വരുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ നേരം അവർ സോങ് ഇടും കേട്ടോ. ഈ ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ടൈം ആകുമ്പോൾ അവരോട് പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വലിയ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുക്കലും വീഡിയോസും അങ്ങനെയൊക്കെ ഓരോന്ന് എടുക്കുന്നതാണ്. അപ്പം കേക്ക് അവർ നമ്മൾ പറയുമ്പോഴാട്ടോ കൊണ്ടുവരിക.
നമ്മൾ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ കേക്ക് ഇന്ന തീമിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര പ്രൈസിൻ്റെ ഉള്ളിലാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അറേഞ്ച് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വലിയ ഷോപ്പൊന്നല്ല, ചെറിയൊരു ഷോപ്പാണ്. എന്നാലും എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാ ഇതൊക്കെ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ലൈറ്റ് ആയാലും അതുപോലെ ബലൂൺസ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഷോപ്പായാലും ഒക്കെ. ഒരു ഇതിൻ്റെ ഒരു ചുറ്റുള്ളൊരു ആംബിയൻസും അതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലാട്ടോ അവർ അറേഞ്ച് ചെയ്തത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവർ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ആയാലും വീഡിയോസൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അവർ ക്യാപ്പ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞ് വെക്കോ ഇല്ലയെന്നുള്ളതൊന്നും അറിയില്ല. ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ആൾ ക്യാപ്പ് തലയിലിടുമെന്നൊന്നും അറിയില്ല. എന്നാലും അതാ ക്യാപ്പൊന്നും അവൾക്ക് വേണ്ട, അതൊക്കെ എടുത്ത് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ലൂസ് ഷാനൂസൊക്കെ അവളെ മൈൻഡ് മാറ്റുന്നുണ്ട്. മൈൻഡ് ഇങ്ങനെ ക്യാപ്പ് തലയിലുണ്ട് എന്ന് കാണുമ്പം അതിങ്ങനെ എടുത്ത് ഒഴിവാക്കണം എന്ന് തോന്നും. അപ്പോൾ മൈൻഡ് മാറ്റുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ക്യാപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ആളിങ്ങനെ വയലൻ്റായി നിന്നാലും കുറച്ച് കഴിഞ്ഞപ്പം ആ ഒരു മൈൻഡൊക്കെ മാറിയിട്ട് ആൾ സെറ്റായി. കേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ കത്തിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കത്തിക്ക് പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഈ കുഞ്ഞു മക്കളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുമ്പം കുറച്ചൊരു ടാസ്ക് തന്നെയാണ്. കാരണം അവരെ മൈൻഡ് സെറ്റായി കിട്ടണം. ഇവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ചെറിയൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ജ്യൂസായിട്ട് കൊണ്ടു തന്നെ നല്ല ടേസ്റ്റുള്ള ജ്യൂസായിരുന്നു കേട്ടോ. അതൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ആൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫുഡും ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പറഞ്ഞാൽ അവർ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ എളാമൻ്റെ മോനാണ് കേട്ടോ, അമാനു ബേബി. അപ്പോൾ അവനിങ്ങനെ ഈ ബലൂൺസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേക്ക് അവർ സെറ്റ് ചെയ്ത് തന്നത്. നമ്മൾ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന രീതിയിൽ ഇന്ന ഒരു മോഡലും കാര്യങ്ങളൊക്കെ അവർ പിക്ക് അയച്ചു കൊടുത്തിട്ട് അവരങ്ങനെ സെറ്റ് ചെയ്ത് തന്നതാണ്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈറ്റിൽ നല്ല ഭംഗിയുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേക്കിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക. ഇനിയിപ്പോൾ അവർ പിക്കും കാര്യങ്ങളും അയച്ചു തരും. നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ. ഹായ് ഇപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നേരത്തെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഒരു കേക്ക് വന്ന് ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. അങ്ങനെ കേക്കൊക്കെ അവർ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്ത് അലുസും ഷാനസും ഒക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കേക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ട്. മൊജിറ്റോ, സൂപ്പ്, പാസ്ത. നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരും. അല്ല ഇവിടെ വന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ വന്ന് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയും കഴിക്കാം കേട്ടോ. കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. കാണുന്ന പോലെ തന്നെ ആ കാണുമ്പോൾ ആ ഭംഗി തന്നെ നമ്മൾ കഴിക്കുമ്പോഴും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഫൈനലായിട്ട് അപ്പം കാണുന്നത്. അവൾ കേക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ എല്ലാവർക്കും കഴിച്ചതിൻ്റെ ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ട് പീസാക്കി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചത്. ഇനി അപ്പോൾ അതൊക്കെ ഒന്നായിട്ട് കൈയിട്ടിട്ട് അവൾ ഒരു സൈഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള
പ്രൈസിലാട്ടോ ഇവർ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. കേക്ക് ആയാലും ഡെക്കറേഷൻ ആയാലും ഈ ഒരു തീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മളെ ഓവർ എക്സ്പെൻസീവ് ആയിട്ടൊന്നുമല്ല, നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കേക്ക് കട്ടിങ് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും ഹാപ്പിയായി. ഫെന്നമോളെ ബർത്ത്ഡേ നല്ലതുപോലെ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകൾ ഈ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ 3 മണിക്കായിരുന്നു ഇവിടെ കയറിയത്. ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് പീസായിട്ടും ഉണ്ട് കേട്ടോ. കേക്ക് പീസായിട്ടും ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇങ്ങനെ സൂപ്പ്, അതുപോലെ പാസ്ത അങ്ങനെയൊക്കെ കഴിക്കാം. മുകളിൽ മജ്ലിസാണ്. അത് നമ്മൾ കേക്ക് കട്ടിങ്, അതുപോലെ ബ്രൈഡ് ടു ബി, അതിനൊക്കെ നമ്മൾ മുൻകൂട്ടി ഓർഡറൊക്കെ ചെയ്തിട്ട് അവർ ഓരോ ടൈം സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നൈറ്റ് ബലൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലൂസും ഷാനൂസൊക്കെ ഓരോ ബലൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ബ്രൈഡ് ടു ബിക്ക് ഇവർക്ക് ടൈം കൊടുത്തതായിരുന്നു. 4 o'clockനാണ്, 4 മണിക്കാണ് കൊടുത്തത്. നമ്മളെ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കയറുന്നത്. അവർ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വന്നതാണ്. ഇതാണ് കേക്കിൻ്റെ പീസ്. നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. അങ്ങനെ പീസ് വാങ്ങിച്ചിട്ട് ഫുൾ കേക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. അങ്ങനെ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. ഏതായാലും നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. വെറൈറ്റി കേക്കുകളും ഉണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസാണ്. ഇവരെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളോ അങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവർ നൈറ്റ് 12 മണി വരെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഈ ഒരു കേക്ക് ഫെന്നമോളെ ഉപ്പൻ്റെ വീട് അവിടെ വേങ്ങരയാണ്. അപ്പോൾ അവിടെ അവർ വാങ്ങിച്ച് കട്ട് ചെയ്ത ആ ഒരു കേക്കിൻ്റെ പിക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.